Okay, how are you all? Good morning, teacher. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഇല്ലേ? Yes. Yes. 1 second. Yes. Yes, very good. Can you hear me clearly? Miss പറയുന്നത് clear ആയിട്ട് കേൾക്കുന്നുണ്ടോ? Okay. Had your tea and did you have your tea? Yes. 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 Good. Morning, Miss. Yes. Good morning, dear. Is saying the Okay. ചായ എല്ലാം കുടിച്ചിട്ടല്ല എല്ലാരും ഇരിക്കുന്നേ? It was fine. Yes. Okay. നമ്മൾ എവിടെ എന്തോ ഡിക്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടല്ലേ? ഡിക്റ്റേഷൻ ഇന്ന് ഏതൊക്കെയാ വേർഡ്സ്? എക്സാം അല്ലേ? യെസ്, ടെസ്റ്റ്. Animals and cows, isn't it? Animals and their house now? The dictation? Yes, okay. 1 second. മിസ് ഇതൊന്ന് സെൻഡ് ചെയ്തിട്ട് വേഗം വരാവേ. ഫോട്ടോ അല്ലെങ്കിൽ ഇപ്പൊ കംപ്ലൈന്റ് വരില്ലേ? MS. Okay, right at back side, first one, cow. Fatima KM, can't you hear? Please write. Cow, and you should write the name of cow's house. കൗവിന്റെ ഹൗസിന്റെ പേര് എഴുതിക്കേ. നോക്കി എഴുതല്ലേ? കൗവിന്റെ ഹൗസിന്റെ പേര് എഴുതുക. Where does cow live? Afros, what do you want to say, my dear? Afros? എന്തിനാ മോൻ കൈ പൊക്കി എന്തെങ്കിലും പറയണോ? Do you want to say anything? Okay, have you completed? Yes. Second one, lion. And then you should write the name of the house of lion. ലയണിന്റെ വീട് ഏതാന്ന് എഴുതണം. Finished, Jovin and Joel? Oh, good children. Okay. Next, third one, bee. First one is cow. Third one is bee. And then you should write the name of the house of bee. ബിയുടെ വീടിന്റെ പേര് എഴുതണം കേട്ടോ. Next, finished. Fourth one is duck. Dikshit, did you write, my dear? പിയോണ, I told, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലേറ്റ് ആയിട്ട് വരുന്നവര് പിന്നെ മമ്മീനെ കൊണ്ട് ടെസ്റ്റ് നടത്തിക്കാന് കേട്ടോ.
ഇപ്പൊ ടീച്ചർ പറയുന്നത് എഴുതുക, പിന്നെ മമ്മിയെ കൊണ്ട് രണ്ടാമത് നടത്തിക്കുക. ലേറ്റ് ആയിട്ട് കയറുന്നവര്. സെക്കൻഡ് വൺ ഈസ് ലയൺ. വേമേന്ന് എഴുത് ബിയോണ, വെറുതെ ഇരിക്കാതെ എഴുത് ലയൺ. അടുത്ത എന്താ? വെയിറ്റ്, ഇതാണ് ഓരോരുത്തർ ഇടയ്ക്ക് കയറി വന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്. ബിയോണ റൈറ്റ് ഫാസ്റ്റ്ലി ലയൺ. ഒരുപാട് സമയം എടുക്കാനില്ല, നമുക്ക് ടെസ്റ്റിന് വേണ്ടിട്ട് ഒത്തിരി സമയം കളയാനില്ല. വേഗം സ്പീഡായിട്ട് എഴുതണം. പിന്നെ ലേറ്റ് ആയിട്ട് കയറുന്നവര് ആസ്ക് യുവർ പേരൻസ് ടു കണ്ടക്ട് ദ ടെസ്റ്റ്. ഓക്കെ. ഫിഫ്ത് വൺ ഈസ് ഹോർസ്. ഹോർസ്. And horse's house name you should write. And ബിയോണക്കുട്ടി എഴുതുന്നുണ്ടോ മോളെ? മോളെ എഴുതുന്നുണ്ടോ? ആ ഓക്കെ. നെക്സ്റ്റ് സിക്സ്ത് വൺ ഈസ് ഡോഗ്. Dog. And you should write the name of the house of dog. Okay. Hand over the book to mothers. They will check it and afterwards send the photo of that. അമ്മമാരുടെ കയ്യിൽ കൊടുക്കുക, അല്ല അച്ഛന്മാരുടെ കയ്യിൽ കൊടുത്താൽ അവർ ചെക്ക് ചെയ്ത് പിന്നെ മാർക്ക് അയച്ചു തരിക. ഇനി മക്കൾ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ലേറ്റ് ആയിട്ട് കയറിയ മക്കളുണ്ട്. ടെൽ യുവർ മദേഴ്സ് ടു കണ്ടക്ട് ദ ടെസ്റ്റ് ആഫ്റ്റർ ദ ക്ലാസ്. ക്ലാസ്സിന് ശേഷം അമ്മമാരോട് ആ എഴുതാത്ത ഭാഗം ടെസ്റ്റ് നടത്താൻ പറയണം കേട്ടോ. ഓക്കെ, പ്ലീസ് ഗീവ് ദ ബുക്ക് ടു മദേഴ്സ് ആൻഡ് കം ബാക്ക് ടു ദ ക്ലാസ്. Okay, book ഒക്കെ കൊടുത്തോ? Please take your test book then. Okay, next we shall study the poem The Swing. Salman, did you take test book man? You can write the test after the class. ക്ലാസ്സിന് ശേഷം മമ്മിയോട് പിന്നെ കണ്ടക്ട് ചെയ്യാൻ പറ കേട്ടോ. മോനിപ്പോ ടെസ്റ്റ് ബുക്ക് എടുക്ക്. Okay, next one, The Swing. Before that, let me take your attendance. Please listen. മിസ്റ്റർ, Yes. എനിക്ക് പ്രിന്റ് ഇട്ടിട്ടില്ല. മോൻ എവിടെ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ മോൻ എവിടെയാ ഉള്ളേ? ഓ, മോൻ ഗൾഫിലാണുള്ളത് അല്ലേ? ഓക്കെ. You didn't get the printout. Okay, I will tell sir to. 1 lesson കിട്ടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, I will tell sir today. ഇന്ന് സാറിനോട് പറയാം, മോൻ ജസ്റ്റ് ലിസൺ ചെയ്യൂ കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞായിരുന്നു, മിസ്സിനോട് പറഞ്ഞായിരുന്നു, മിസ് സാറിനെ റിമൈൻഡ് ചെയ്തേനെ. ഓക്കെ, ടുഡേ ഐ വിൽ ടെൽ സാർ. ലിങ്കിൽ കിട്ടുന്നില്ല. ഓക്കെ, ടെൽ സാർ. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ് ലിസൺ. The swing. What is the meaning of swing? Before that, let me take your attendance, please. Biona Noble, Richard Sijo, Muhammad Abis, Adit Anup, Adina Sunil Kumar, Muhammad Muqtasim, Salman Nasser, Hadi Haider, Aifuna, Anvida K, Aman Madhav, Ishika Raja, Alan Joseph, Jia Rose, Fatima KM, Abel Matthew, Jovin and Joel, Amrita, Devang, Naza Mariam, Ayush Bibi, Ayan Vijesh, Rayan PP, Razin MTP, Deekshit, Neila Shakir, Nia Das, Shahbara, Savio Jo, Neelanchana, Nivedya Vinod, Afros Pike, Ashwini. Anybody else's name should I call?
ഇനി ആരുടെയും പേര് വിളിക്കാനുണ്ടോ എന്ന് പെട്ടെന്ന് പറഞ്ഞേ മക്കളെ. ആയുഷിന്റെ ആയുഷ് ബേബി ഐ കോൾഡ്. ഇനി ആരാണ്? ബർത്ത്ഡേ ആരുടെ? ആയുഷ് ബേബിയുടെയോ? ഓ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ആയുഷ്. Dear children, see today. Dear children, today is our Ayush birthday. All of you sing a song. Happy birthday to you. Happy birthday. Happy birthday, dear Ayush. Happy birthday to you. Happy birthday to you. Happy birthday to you. So Ayush, many returns of the day. Okay. Shall we take the lesson? Rayan, please stop writing. Stop writing. Give the book to mother and take the textbook. Okay. Next lesson is about swing. What is the meaning of swing? Swing means what? Who knows the meaning of swing? Swing എന്ന് പറഞ്ഞാൽ എന്താ? ഊഞ്ഞാലാ. Everybody knows. Okay. We had in the school, isn't it? Many of you have at home also swing. How many of you have swings at home? How many of you have swing at home? ഊഞ്ഞാൽ ആരുടെയൊക്കെ വീട്ടിലുണ്ട്? Yeah, many are having swing at home. Do you like to go on swing? Do you like to go on swing? Swing il aadan ishtamaano? Yes. Everybody like, I think, isn't it? Almost everybody like to go on swing. Nalla rasamalle ഊഞ്ഞാലിൽ ഇങ്ങനെ ആടാൻ. സൂപ്പർ അല്ലേ? When you were small baby, your mummy used to put you on cradle and she used to sing like this way. Do you remember that? No, since you were baby, you are not remembering, isn't it? നിങ്ങൾ ബേബി ആയിരുന്ന സമയത്ത് അമ്മമാര് നിങ്ങളെ ഈ തൊട്ടിലിൽ കിടത്തിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലാട്ടിയാലായിരുന്നോ? അത് നിങ്ങൾക്ക് പിടിച്ചിരിക്കാനൊന്നും ആവത്തില്ല. കാരണം you are small baby, isn't it? Then afterwards, sometimes when we go up and down like this on the cradle, you may feel sleep. So it is not safe to sit on the swing and sleep. സ്വിങ്ങിൽ ഇരുന്ന് ഉറങ്ങിയാൽ ചിലപ്പോൾ താഴെ വീണ് പോകും അല്ലേ? അതുകൊണ്ട് നമ്മുടെ തൊട്ടിലിൽ തുണിയൊക്കെ ഇട്ടിട്ട് തൊട്ടിലിൽ കിടത്തി ഉറക്കുമായിരുന്നു. സൂപ്പർ അല്ലായിരുന്നോ? ഓർക്കുന്നുണ്ടോ അതൊക്കെ? How many of you remember that? തൊട്ടിലിൽ കിടന്ന് ആടിക്കൊണ്ടിരുന്നൊക്കെ ഓർക്കുന്നവരൊന്ന് കൈ പൊക്കിക്കേ. Many remember that, isn't it? Okay. If you have younger brother or sister now, they may be sleeping like that one now. How many of you have babies at home? Okay, many are having babies, younger brother or sister you have, and they may be sleeping on the cradle, isn't it? ഇപ്പൊ അവര് തൊട്ടില് നിങ്ങളുടെ വീട്ടിലുള്ള ബേബീസ് തൊട്ടിലിൽ കിടന്നുറങ്ങുമ്പോ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ? പക്ഷെ ഇപ്പൊ നിങ്ങളെ തൊട്ടിലിൽ കിടത്തും അമ്മ. ഇപ്പൊ നിങ്ങളെ തൊട്ടിലിൽ കിടത്തും മമ്മിമാരെ? No, they will tell you it's babies. You go and sleep on the cot, they will tell, isn't it? പോയിട്ട് കട്ടിലിൽ കിടന്നുറങ്ങാൻ പറയും അല്ലേ? ഓക്കെ. കുഞ്ഞു ബേബീസിനെയാണ് നമ്മൾ തുണിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ തൊട്ടിൽ കിടത്തിറക്കുന്നത്. പക്ഷെ സൂപ്പറാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ അല്ലേ? ഓക്കെ. ഹിയർ ബട്ട് ഫോർ ഗ്രോൺ അപ്പ് പീപ്പിൾ വി ക്യാൻ ഗോ ഓൺ സ്വിങ്. വി ക്യാൻ എൻജോയ് നൈസ്ലി. ഹിയർ സീൻ ദാറ്റ് പിക്ചർ, സീൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കേ, 2 പിള്ളേര് ഊഞ്ഞാലിൽ കിടന്ന് കളിക്കുന്നേ കണ്ടോ? ഓക്കെ. ടെൽ യുവർ പേരൻസ് ടു ഗെറ്റ് എ സ്വിങ് ഫോർ യു. ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ പപ്പയോട് പറയണം, പപ്പ സി ഞങ്ങളുടെ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പിള്ളേരൊക്കെ ഊഞ്ഞാലാടുന്നുണ്ട്, ഞങ്ങൾക്ക് ഊഞ്ഞാലാടുന്ന ഒരു ഊഞ്ഞാല കെട്ടിത്തരാൻ പറയണം കേട്ടോ. ആസ്ക് യുവർ പേരന്റ് ടു ഗെറ്റ് എ സ്വിങ് ഫോർ യു. എന്നിട്ട് മര്യാദയ്ക്ക് ആടിക്കോണേ. ഊഞ്ഞാലൊക്കെ കെട്ടിത്തന്ന് ഇട്ടപ്പത്ത് താഴെ വീണേക്കല്ലോ കേട്ടോ. പിടിച്ചിരുന്നിട്ട് ആടണം. ഓക്കെ? What is that? I didn't understand.
നല്ല പോണേ. വീണിനി എന്നിട്ട് എന്ത് പറ്റി? മുറിഞ്ഞ? കരഞ്ഞ? ഡിഡ് യു ക്രൈ? ഇല്ല. വീണിട്ട് കരഞ്ഞില്ലേ? ഓക്കെ 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 ശരി. See here, how do you like to go up in a swing? Up in the air so blue. നിങ്ങൾ ഈ പാർക്കിലൊക്കെ പോയിട്ടുണ്ടോ മക്കളെ? നമ്മൾ വിസ്മയ പാർക്കിലോ പിന്നെ വേറെ ഏതെങ്കിലും പാർക്കിലൊക്കെ അവിടെ സ്വിംഗ് ഉണ്ട്. ഡിഡ് യു ഹാവ് ക്ലൈംബ് ഓൺ ദ സ്വിംഗ് there in the park? നമ്മുടെ വീട്ടിലുള്ള സ്വിംഗ് എന്ന് പറഞ്ഞാല് സ്മോൾ വൺ ആയിരിക്കും. ഇറ്റ് മേ ബി സ്മോൾ വൺ, സോ ഇറ്റ് വിൽ ഗോ only a little while. But if you go to parks, it works on machines. So first it will be slow, but after some time it will go so speedily. പാർക്കിലൊക്കെ പോയിട്ടുള്ള അവിടെയുള്ള സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അത് സ്ലോ ആയിട്ട് പതുക്കെ ഇടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര സ്പീഡായിട്ട് പോകും. ചില സമയത്ത് പിള്ളേരൊക്കെ കാറും അയ്യോ നിർത്തോ നിർത്തോ എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, ഡു യു ലൈക്ക് ടു ഗോ ഓൺ സ്വിംഗ് അപ്പ് ആൻഡ് ഡൗൺ? ഗോ അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, and up in the air so blue. What is meaning of blue? Blue means what? Blue, B-L-U-E, blue means nobody knows the meaning of blue. Blue ന്റെ അർത്ഥം അറിയില്ല? നീല. blue it's a color, isn't it? നീല കളർ. എവിടെയാ നമ്മൾ നീല കളർ കാണുന്നേ? In the sky. Very good. In the sky. Yes, very good. So they are telling that you would like to go on a swing high up in the sky. ആകാശം വരെ സ്വിംഗിൽ പോകാൻ ഭയങ്കര ഇഷ്ടം. സ്വപ്നത്തിൽ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടല്ലേ? അല്ലാതെ ശരിക്കും അത്രയും ഉയർത്തി നമ്മൾ പോയിട്ടുണ്ടോ? ഇല്ല അല്ലെ? സ്വപ്നം കാണുമ്പോൾ രാത്രിയിൽ സ്വപ്നം കാണുമ്പോൾ നല്ല രസമാണ് അങ്ങനെ ആകാശം വരെ ഊഞ്ഞാലിൽ പോകാൻ അല്ലേ? Okay, so up in the air so blue, that means you go so high, up and down, മേളിലേക്ക് പോകുന്നു താഴേക്ക് വരുന്നു, again going up, again coming down, going up, coming down. So nice it is, isn't it? Oh, I do think it the pleasantest thing. So going up on the high in the swing is the pleasantest thing. What is the meaning of pleasant? Pleasant means very happy. Happy means what? Happy എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം. സന്തോഷം. So pleasant means very happy, more happy. ഭയങ്കര സന്തോഷമാണ് ഊഞ്ഞാലിലാടാൻ. നമ്മുടെ ഇവിടെ സ്കൂളിൽ സ്വിംഗിൽ ആടുന്നില്ലായിരുന്നോ നിങ്ങള് പാർക്കില്? Were you happy while you were on the swing here in the school? Yes, isn't it? You were happy. So it is the pleasantest thing, means most happiest thing in the world forever a child can do. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഊഞ്ഞാലിൽ കയറി അപ്പ് ആൻഡ് ഡൗൺ പോകുന്നതാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം. Those who do not like to go on swing, please raise the hand. Those who do not like സ്വിംഗ് ഇഷ്ടമില്ലാത്തവര് ഒന്ന് കൈപൊക്കിക്കേ. ഊഞ്ഞാല് ഇഷ്ടമില്ലാത്തവര് നോക്കട്ടെ എത്ര പേരുണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, സോറി സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ. ദേവാങ്ക, ഡോണ്ട് യു ലൈക്ക് ടു ഗോ ഓൺ സ്വിംഗ്? ഊഞ്ഞാലാടാൻ ഇഷ്ടമില്ലാത്ത ആരുണ്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ? ഓ നോബഡി, ആരുമില്ല, എല്ലാവർക്കും ഊഞ്ഞാൽ ഇഷ്ടമാണ് അല്ലേ? So when you come to school, we will have swings here. We are മുഹമ്മദ് മുക്താസിൻ ഡോണ്ട് ലൈക്ക് സ്വിംഗ്. ഊഞ്ഞാൽ ഇഷ്ടമില്ല മുക്താസിൻ? ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ടല്ലോ, ഇഷ്ടമില്ല. എന്ത് മുത്ത, ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഊഞ്ഞാല്. ഓന് ഇഷ്ടമില്ല? ഇഷ്ടമുണ്ട്. Okay. When you come to school, we are planning to tie so many swings in the school. നമ്മുടെ സ്കൂളിൽ നേരത്തെ ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഇപ്പൊ നമ്മൾ കുറേ ഊഞ്ഞാല് കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ താഴെ പുതിയ ഗ്രൗണ്ട് റെഡി ആകുന്നുണ്ട്, ആ ഗ്രൗണ്ടിൽ ഒരുപാട് ഊഞ്ഞാല് കെട്ടും. So when you come to school, you can enjoy nicely going up and down in the PT period during interval and all. Okay? നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. Yes. സ്കൂള് വരാൻ തോന്നുവാണോ? Let this corona be over, we can come to school and attend the class from the school itself. Okay,
So the happiest thing or the pleasantest thing for a child in its life is going up and down in the swing, up in the air, and over the wall till I can see so wide. So please unmute, please mute and keep. Don't make any sound. When it is necessary only, please mute. Sorry, unmute. Otherwise, mute and keep. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം. എന്തെങ്കിലും അത്യാവശ്യമുണ്ട് മാത്രം നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ മീനിങ് ഒക്കെ പറയാനൊക്കെ ആണെന്നൊരിക്കൽ മാത്രം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പ് ഇൻ ദ എയർ ആൻഡ് ഓവർ ദ വോൾ till I can see so wide. നമ്മൾ ഊഞ്ഞാലിൽ ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലമൊക്കെ കാണാൻ പറ്റും അല്ലേ, ദൂരെ നമുക്ക് കാണാൻ പറ്റും. when we go here that it will go so high, വളരെ ഉയർത്തി പോകും, വളരെ ഉയർത്തി പോയിട്ട് പിന്നെ താഴോട്ട് വരും. അപ്പൊ ആ പോകുമ്പോൾ ഉള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് wall? wall, WALL, wall means, who knows the meaning of wall? ഭിത്തി. wall means ഭിത്തി. ഇപ്പൊ ഭിത്തിക്ക് അപ്പുറത്തുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പോകുമ്പോൾ. ആൻഡ് wide, what is the meaning of wide? wide എന്ന് പറഞ്ഞാൽ എന്താണ്? WID, wide means broad, വലുത്, വിസ്തരിച്ച്, എന്ന് വെച്ചാൽ കുറെ ദൂരം നമുക്ക് കാണാൻ പറ്റുന്നു. rivers and trees and cattle and all. ഇത് ചെറിയ ഇടപാടൊന്നുമില്ല. see rivers, what is the meaning of river? river means പുഴ. okay, പുഴ, good. trees, what is the meaning of tree? maram. and cattle, I think this is the first time you are hearing the word cattle. cattle means, cattle എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവുന്ന? cow, animals. എന്തോ who was telling that? okay, എല്ലാരും കോട്ടമായിരുന്നു, പാവ മക്കള്. അയ്യോടാ, 7 o'clock ക്ലാസ്സിൽ കയറിയിട്ട് എല്ലാവരും കോട്ടം. ചായ കുടിച്ചില്ലായിരുന്നു നിങ്ങള്? ഷോ, രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്താൽ ബിയോടെ കുട്ടി കുടിച്ചോണ്ടിരിക്കുകയാണ്, ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബാക്കിയുള്ള മക്കള്. സോ മോർണിംഗ് യു ഹാവ് ടു ഗെറ്റ് അപ്പ്, ബ്രഷ് യുവർ ടീത്ത്, then you have to wash your face clearly, then only your sleepy mood will go. ബ്രഷ് ചെയ്ത് കണ്ണും മുഖം എല്ലാം നല്ല വൃത്തിക്ക് കഴുകിയാലേ നിങ്ങളുടെ ഉറക്കത്തിന്റെ മൂഡ് പോകുള്ളൂ. പിന്നെ ഓടിച്ചെന്ന് മമ്മിയോട് ചായ മേടിച്ചു കുടിക്കണം. tea or horlicks or coffee, whatever you drink, എന്താ നിങ്ങൾ കുടിക്കുന്നതെന്ന് വെച്ചെന്നാല്, then only you can be in the class freshly. okay, so next time onwards when you attend the class, yes, പാവ സൽമാൻ നാസർ, പിന്നെ ഇവിടെ ഒരു റസീൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം ഗൾഫിലുള്ള മക്കൾ. ഇപ്പം അവർക്കൊന്നും നേരം വെളുത്തിട്ടേ ഇല്ല. പാവ ആ മക്കളൊക്കെ എത്ര വെളുപ്പിന് എഴുന്നേറ്റിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡേ ഓൺവേഴ്സ് ഇത്തിരി കൂടി നേരത്തെ എണീറ്റ് മക്കള് നന്നായിട്ട് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി പറ്റുമെങ്കിൽ കുടിച്ചിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, ചായ കുടിച്ചിട്ട് ഇരിക്കണം കേട്ടോ. ഫാത്തിമ, ഗുഡ്. Okay, very good. Okay dears, what is the meaning of cattle? Cattle means animals like cow, sheep, goat and all. cattle എന്ന് പറഞ്ഞാൽ goat, sheep, cow, buffalo and all are known as cattles. മനസ്സിലായോ? പശു, ആട്, എരുമ, ഇതൊക്കെയാണ് നമ്മളെ cattle എന്ന് പറയുന്നത്. So here you can see in the picture some cattles. What are the cattles? Do you see there? See there in that textbook and see what all the cattles you can see there. Cow is there. Please നിങ്ങളെ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്ലീസ് പേരൻസ് വർത്തമാനം പറയല്ലേ. അൺമ്യൂട്ട് ചെയ്തിട്ട് വർത്തമാനം പറയരുത് പേരൻസ്. sheep, cow is there, some birds are there, goat is there,
Okay, birds are there. Very good children, very good. Miss ഒരു കാര്യം ചെയ്യാൻ പോണേ. മിസ് മക്കളെ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാണ്. മിസ് പലതവണ പറഞ്ഞു അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കരുതെന്ന്. ഇപ്പൊ സൗണ്ട് വരുന്ന കേൾക്കുന്നില്ലേ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കൈ പൊക്കിയാൽ മതി കേട്ടോ. ഓക്കെ. So up in the air and over the world till I can see so wide. When this wing go up and I can see what all things are around the world. അതായത് നമ്മുടെ മതിലിന്റെ അപ്പുറത്ത് വേറെ എന്തെല്ലാം ഉണ്ടെന്ന് എനിക്ക് ഈ സ്വിങ്ങിൽ മേലോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പുറത്തെ പറമ്പിലെ കൗ, ഇപ്പുറത്തെ പറമ്പിലെ ഗോട്ട്. ദെൻ ആ മരത്തേലിരിക്കുന്ന ബേർഡ്സ് ഇതിനെല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന്. Rivers, trees, cattle and all over the countryside. What is the meaning of countryside? Countryside എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അപ്പുറത്തുള്ളത്, നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ളത്, മറ്റു സ്ഥലങ്ങളിലുള്ളത്, തെരുവിലൊക്കെ ഉള്ളത്. ഓക്കെ, countryside. Till I look down on the garden green, down on the roof so brown, up in the air I go flying again, up in the air and down. Till I look down on the ground green. So when I go up, I will see the things what all are around the wall. And when it comes down, I will look down. ഞാൻ മോളിൽ പോയിട്ട് തിരിച്ച് താഴോട്ട് ഊഞ്ഞാൽ വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? I will look down to see the green. Means down it is green, isn't it? Yes. Dictation is over. Dictation not, it is test. Test is over. So those who came late, please parents conduct the test. Okay. So when the swing comes down, I will see the sceneries of ground. താഴെയുള്ള കാഴ്ചകൾ കാണും. പുല്ലു ഒക്കെ പിടിച്ചിരിക്കുന്ന ഗ്രൗണ്ട് ഒക്കെ കാണും. Down in the roof so brown. Then up in the air I go flying again, up in the air and down. So I will go up again, I will come down, again will go up, again will come down. അതായത് മേളിലേക്ക് ഇങ്ങനെ ഊഞ്ഞാല് പോകും, പിന്നെ താഴോട്ട് വരും, പിന്നെ വീണ്ടും മേളിലേക്ക് പോകും, വീണ്ടും താഴോട്ട് വരും. അങ്ങനെ പോവുകയും വരികയും പോവുകയും വരികയും. നല്ല സൂപ്പർ ഐഡിയ ആണ് അല്ലേ? നമുക്ക് സ്കൂളൊക്കെ തുറന്നിട്ട് വേണം ഒന്ന് എൻജോയ് ചെയ്യാൻ നമ്മുടെ ഊഞ്ഞാലിൽ അല്ലേ? Are you ready? Are you ready? Yes. Very good, very good. See, കഴിഞ്ഞ ദിവസം ഡിക്റ്റേഷൻ ഇട്ടിട്ട് എനിക്ക് കുറച്ചു പേരെ അയച്ചു തന്നിട്ടുള്ളല്ലോ. എന്ത് പറ്റി ബാക്കിയുള്ളവരൊക്കെ? ഡിക്റ്റേഷന്റെ മാർക്ക് എല്ലാവരും അയച്ചു തന്നിട്ടില്ലല്ലോ. Should not be failure in that case. Every day, if there is test or dictation, you should remind your parents to send the photo. മനസ്സിലായോ? നിങ്ങളൊക്കെ എന്നൊക്കെ ഡിക്റ്റേഷനോ ടെസ്റ്റോ നടത്തുന്നുണ്ടോ അതിന്റെ ഫോട്ടോ എനിക്ക് അന്നത് അപ്പൊ അത് കഴിഞ്ഞ് ചെക്ക് ചെയ്തതിന് ശേഷം അപ്പൊ തന്നെ എടുത്ത് മിസ്സിന്റെ വാട്സപ്പിലേക്ക് ഇട്ട് തരണം കേട്ടോ. മറക്കരുതേ. മനസ്സിലായോ? അപ്പൊ മമ്മിമാര് മറന്നുപോയാലും നിങ്ങളാരും മറക്കരുത്. യു ഷുഡ് നോട്ട് ഫോർഗെറ്റ്. ഓക്കെ? ഓക്കെ. ഇന്നത്തെ ടെസ്റ്റിന്റെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ മിസ്സിന് അയച്ചു തരണം കേട്ടോ. ഓക്കെ. സോ മിസ് ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. പ്ലീസ് എവറിബഡി ടുഗദർ ഷുഡ് റീഡ്. എല്ലാവരും ഒന്ന് വായിക്കണം, ലെസൺ വായിക്കണം. ഓക്കെ, ഐ വിൽ റീഡ്. ഹൗ ഡു യു ലൈക്ക്? പ്ലീസ് അൺമ്യൂട്ട് ഓൾ ഓഫ് യു. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തേ. അതിനിടയ്ക്ക് ഒരു വർത്തമാനം ഇല്ല കേട്ടോ. ഇനി ആരും ഇപ്പൊ ഈ സമയത്ത് മമ്മിമാരോട് വർത്താനം പറയാൻ പറ്റില്ല. പ്ലീസ് റീഡ്. കീപ് യുവർ ഫിംഗേഴ്സ് ലൈക്ക് ദിസ് വേ. മിസ് വായിച്ചു തരുന്നു. കീപ് യുവർ ഫിംഗേഴ്സ് ലൈക്ക് ദിസ് വേ ആൻഡ് റീഡ് അലൗഡ്. ഇങ്ങനെ പറഞ്ഞു വെച്ച് ദേവങ്കല്ല. പ്ലീസ് ഓൾ ഓഫ് യു അൺമ്യൂട്ട് ആൻഡ് ഡോണ്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ. റീഡ്. ഹൗ ഡു യു ലൈക്ക് to go up in a swing? Hello, now fights better. Repeat after me, please. Please, please, please. Can do. Up in the air and over the wall. Richard.
മിസ് വായിച്ചു തരും, നിങ്ങൾ അതിന് ശേഷം റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പല 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 എന്നാണ് സൗണ്ട് വരുന്നത് എല്ലാവരുടെയും കൂടെ ആവുമ്പോൾ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യാണ് നിങ്ങളൊക്കെ. ഇനി വായിച്ചോ മക്കളെല്ലാരും. ഹൗ ഡു യു ലൈക്ക് How do you like ടു ഗോ അപ്പ് to go in a swing? in a swing? Up in the air, Up in the air, so blue. so blue. Oh, I do think it the pleasantest thing ever a child can do. Up in the air and over the wall, till I can see so wide. Rivers and trees and cattle all over the countryside. Till I look down on the garden green, down on the roof so brown, up in the air I go flying again, up in the air and down. Okay. Do you know who wrote this poem? ഈ poem ആരാ എഴുതിയെന്നറിയാമോ? R.L. സ്റ്റീവൻസൺ എന്ന് പറയുന്ന പോയറ്റ് ആണ് നമുക്ക് ഈ പോയം എഴുതി തന്നിരിക്കുന്നത്. See these children, how happy they are. എത്ര ഹാപ്പിയാ ഇവരല്ല ഈ മക്കള് അല്ലേ? നോക്കിയേ, how happy those children are. Very they are enjoying very nicely. One is pushing from backside. You know that when you go on swing, your parents or elders will assist you, isn't it? നിങ്ങൾ ഊഞ്ഞാലി പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവർ നിങ്ങൾ ഇങ്ങനെ പതിയെ തള്ളി വിടും അല്ലേ? ഇങ്ങനെ തള്ളി വിടും, അങ്ങനെയല്ലേ ചെയ്യുന്നേ? See, this boy is just slowly gently pushing the girl. They are enjoying so nicely. I too like to go on a swing now. ഇപ്പൊ ഒരു ഊഞ്ഞാലി കിട്ടിയ മിസ്സിന് ഊഞ്ഞാലും കയറി ആടാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആടാൻ തോന്നുന്നില്ലേ? ഇല്ല, noise. I like to go. മിസ്സിന് ഊഞ്ഞാലാടും, ക്ലാസ്സിൽ ഊഞ്ഞാല് കിട്ടി ആടും. Okay. So soon after the class, Miss will tie a swing here in the school and Miss will go on swing. മിസ് ഊഞ്ഞാല് കെട്ടാൻ പോകും ക്ലാസ് കഴിയുമ്പാടെ. ഓക്കെ, നമുക്ക് എൻജോയ് ചെയ്യാം. മക്കളൊരു കാര്യം ചെയ്യണം. യു ഷുഡ് റീഡ് ദ 1 paragraph ഓഫ് ദിസ് ലെസൺ ആൻഡ് ഷുഡ് സെൻഡ് ദ വോയിസ് ക്ലിപ്പ്. ഈ ലെസന്റെ ഒരു എന്താ അശ്വിനി കുട്ടി, വാട്ട് ഹാപ്പൻഡ്? What happened, Ashwini? Did your mummy scold you? Ashwini, did your mummy scold you? Huh? Okay. After the class, please read 1 paragraph of this poem and send the voice clip. മനസ്സിലായോ? ഇതിന്റെ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾ വോയിസ് ക്ലിപ്പും ഇട്ട് തരണേ. Don't forget. Okay. Take next page, understanding the poem.
Miss, I think I have given the question answers this also. Did I send the question answer? ഞാൻ ഇതിന്റെ question answer തന്നിരുന്നോ നിങ്ങൾക്ക്? വാട്സപ്പിൽ അയച്ചു തന്നായിരുന്നോ മക്കളെ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? Class 2. No. Then I will send it today. അങ്ങനെ അതും കൂടെ മിസ്സിന് ഇട്ട് തരാം. അതാ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയിട്ട് മിസ്സിന് ഫോട്ടോ എടുത്തിട്ട് തരട്ടെ കേട്ടോ. അശ്വിനി കുട്ടി, വാട്ട് ഹാപ്പൻ മൈ ഡിയർ? ചക്കര എന്ത് പറ്റി? മമ്മി വഴക്ക് പറഞ്ഞോ? മുത്തിന് വഴക്ക് പറഞ്ഞോ? അത് വിശക്കാൻ തുടങ്ങിയോ? Now our class will be over soon. Within 3 minutes class will be over. Ashwini, you can go and have your breakfast then. വിശക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ക്ലാസ് കഴിയും. ഓടിപ്പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ പറ കേട്ടോ. Okay. Okay, then tomorrow we will, in the next class, we will take the new lesson. See this new lesson. നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ കളയാനില്ല because we are getting only 2 periods in a week. So we have to finish up all this. And we have one workbook also. Today you should send your cursive writing. Today is Monday. Don't forget to send the cursive writing. Okay? See this. See this. What is this all? What is this first one? What is that first one? Adanda aditha endana? Ribbon. Okay, what is the use of ribbon? For what we are using ribbon? Ribbon endana ഉപയോഗിക്കുന്നെ? To eat? തിന്നാനാണോ ഉപയോഗിക്കുന്ന ribbon? Are you stuck all? Okay. എന്തിനാ ഉപയോഗിക്കുന്ന റിബണ്? ചോറിന്റെ കൂടെ കറി കൂട്ടാനാണോ? മുടിയൊക്കെ കെട്ടി വെക്കാൻ അല്ലേ? സ്പെഷ്യലി ഗേൾസ് ടു ടൈ. നെയ്ലക്കുട്ടി, നെയ്ല ഷക്കീർ, നെയ്ല, for what we are using ribbon? മുടിയൊക്കെ കെട്ടിവെക്കാൻ, ഗിഫ്റ്റ് ഒക്കെ കെട്ടാന് അല്ലേ? ഓക്കെ. What is spelling of ribbon? Anamika, please read the spelling of ribbon. Anamika, please. അല്ല, ഈ ക്ലാസ് മുഴുവൻ ഇരുന്നിട്ട് പേജ് ഇതുവരെ കണ്ടുപിടിച്ചില്ലായിരുന്നോ? എവിടെ നോക്കിയിരിക്കുവായിരുന്നു മുത്തേ? സെക്കൻഡ് ലെസൺ രണ്ടാമത്തെ ലെസൺ ഫോർ മൈ ബേബീസ്. RIBBON, ribbon. Say the spelling. RIBBON, ribbon. Okay. Next, what is this? Beak. What is that? Beak എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മുടെ ടൈം കഴിയാൻ പോവാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ. We will see in the next class. Go and have your breakfast. എല്ലാവരും ഇവിടെ കോട്ട വായിക്കിട്ടിരിക്കില്ല, ഓടിപ്പോയിട്ട് കാപ്പി കുടിക്കും കേട്ടോ. ചക്കരയുമ്മ ബൈ. ഡിക്റ്റേഷന്റെ ലിപ്പിട്ട് ടെസ്റ്റിന്റെ എല്ലാം മിസ്സിന്